രേവതി പൂ തരാൻ വേണ്ടി വന്ന ശേഷം ടെറസിൽ ചെന്ന് ഡ്രസ് എടുത്ത് റൂമിൽ കൊണ്ടുവച്ചല്ലേ? അതിനിപ്പോ എന്താ ബാമ ഇങ്ങനെയൊക്കെ പറയുന്നേ? രേവതി സംശയം ഉണ്ടെന്നോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞോ? എന്ത്, രേവതി കാശെടുത്തെന്നോ? അമ്മേ, അനാവശ്യം പറയരുത്. നീ പറയ ബാമേ. നീ എന്തൊക്കെയാ പറയുന്നേ? രേവതി കാശെടുത്തെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? എടി, നീ എന്തിനാ എന്നെ ഇതിലോട്ടൊക്കെ വലിച്ചയക്കുന്നേ? ബാമേ, രേവതി പൂ തരാനല്ലേ അങ്ങോട്ട് വന്നത്. അവള് കാശെടുത്തെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഓ, അവള് മാത്രമേ പുറത്തുനിന്ന് വന്നിട്ട്. ഫോൺ എന്തൊക്കെയാ പറയുന്നത്? രേവതി എല്ലാ കാശെടുത്ത് അവളങ്ങനെ ചെയ്യില്ല. ഇവളെ കൊണ്ട് തോറ്റു. ചെയ്യില്ല പോലും. രേവതിയെ കുറിച്ച് എന്താ നിങ്ങൾ കരുതിയെ? അവള് കാശെടുക്കാൻ നിങ്ങൾ കണ്ടോ? ഇല്ല സച്ചി, അത് പിന്നെ എന്താ അത് പിന്നെ ഷെൽഫിൽ വെച്ച കാശ് കാണുന്നില്ല. കാശ് കാണുന്നില്ല, ഈ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കണം. അല്ലാതെ ഇവളുടെ തലയിലാണ് നോക്കരുത്. രേവതിയെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവളങ്ങനെ ചെയ്യോ? അവളെ ചെയ്യൂ. മറ്റുള്ളവരുടെ ഒരു രൂപ പോലും ആഗ്രഹിക്കാത്തവളാ. നിങ്ങളുടെ കാശ് കാണുന്നില്ല, നിങ്ങൾ സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും. ഞങ്ങൾ അവിടെ വന്നോളാം. രേവതി എടുത്ത് കാശ് എടുക്കില്ലെന്ന് അവർക്കറിയില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരങ്ങനെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇവരാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്തിനാ കരയുന്നേ? കരയാതിരിക്കെ. ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആർക്കായാലും സഹിക്കാൻ പറ്റും മക്കളെ. ചന്ദ്രേ, രേവതി നമ്മൾ കാശ് എടുത്തിട്ടില്ല. വെറുതെ നീ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. ഞാനല്ല, ഭാമ പറഞ്ഞത്. ഇവൾ ഉണങ്ങാനിട്ട് തുണി എടുത്ത് മുറിയിൽ കൊണ്ടുവച്ചിരുന്നു. അതാ ഭാമയ്ക്ക് സംശയമായത്. ഇതിലിപ്പോ എന്താ തെറ്റുള്ളത്? ആരായാലും സംശയിക്കുന്നത്. നിങ്ങൾ നിർത്തുന്നത് എന്താണല്ലോ? അച്ഛാ, ഇവിടെ എന്ത് നടന്നാലും അത് എന്റെ തലയിലാണല്ലോ വീഴുന്നത്. ഞാൻ ആരുടെയും കാശ് എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യോ അച്ഛാ? കേട്ടല്ലോ കൊച്ചു പറഞ്ഞത്. ഇവിടെ എത്ര വീടുകളിൽ പൂകൊണ്ട് പോകുന്നതാ. ഇന്ന് വരെ ഇവിടെ ഒരു മോശപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? അവൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കില്ല. അവൾ ആ വീട്ടിൽ ചെന്നു പറഞ്ഞ് കാശ് എടുത്തെന്ന് പറയരുത്. ഞാൻ ഭാമയെ സപ്പോർട്ട് ചെയ്തു കരുതരുത്. ഇവളുടെ കുടുംബം അങ്ങനെയുള്ള ഒരു കുടുംബമല്ലേ. ഇവളുടെ അനിയൻ എന്റെ കാശ് മോഷ്ടിച്ചിരുന്നില്ലേ? അതുകൊണ്ടാ ഭാമ ഇവിടെ സംശയിച്ചത്. കുറ്റം പറയാൻ പറ്റുമോ? അച്ഛൻ ഇവിടെ നിർത്താൻ പറ. ഇതിനപ്പുറം പറഞ്ഞാണല്ലോ. ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ല. നടന്ന കാര്യമല്ലേ പറഞ്ഞത്. ഇവളുടേത് മോഷ്ടാക്കളുടെ കുടുംബം. അങ്ങനെ നോക്കി ഈ കുടുംബത്തിലുള്ളവരെല്ലാം നല്ലവരാണോ? കല്യാണ മണ്ഡപത്തിൽ ഒരു പെണ്ണിനെ നിർത്തി ഓടിപ്പോയ ഇവൻ 50 ലക്ഷം രൂപ തട്ടിയെടുത്തവൻ ഇവൻ നല്ലവനാണോ? അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രേവതിയുടെ ആഭരണങ്ങൾ എങ്ങനെ ഗോൾഡ് തുടങ്ങിയാൽ അമ്മയെ അവന് ചേർത്തില്ലേ കള്ളത്തരം കാണിച്ചാൽ? അപ്പൊ ഇവരൊക്കെ നല്ലവരാ? അപ്പൊ ഈ കുടുംബത്തെ എന്താ വിളിക്കുന്നത്? മോഷ്ടാക്കളുടെ കുടുംബം വിളിക്കുന്നത്? പൂ കൊടുക്കാൻ വേണ്ടിയല്ലേ ആന്റി രേവതി ചേച്ചി അങ്ങോട്ടേക്ക് പോയത്. ചേച്ചി കാശെടുക്കുന്നത് ആരും കണ്ടിട്ടില്ലല്ലോ. രേവതി ചേച്ചിയെ മോഷ്ടിച്ചത് പിന്നെ എന്തർത്ഥത്തിലാ പറയുന്നത്? ആന്റി ആ വീട്ടിലുണ്ടായിരുന്നില്ലേ? ആന്റി ആ കാശെടുത്തെന്ന് സംശയിച്ചൂടെ? ഞാനെടുത്തുന്നോ? രേവതി ചേച്ചി ഇന്ന് വരെ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ ആന്റി അങ്ങനെ ചെയ്തിട്ടുണ്ട്. രേവതി ചേച്ചിയല്ല, ആന്റിയെ സംശയിക്കേണ്ട. എന്താ ആന്റി പറഞ്ഞപ്പോ പൊള്ളുന്നുണ്ടല്ലേ? വലിയ ആവശ്യത്തില്ല രേവതി ചേച്ചിയെ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞ് ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോ അവർക്ക് വിഷമം വരില്ലേ? ഞാനും രേവതി ചേച്ചി തമ്മിൽ മിണ്ടാറില്ല. പക്ഷേ ന്യായം എന്ന് പറയുന്നൊന്നുണ്ട് ആന്റി. ഒരു തെളിവില്ലാതെ ഇങ്ങനെ പൈ ചാരരുത്. നിനക്ക് രേവതി ഇഷ്ടമല്ല എന്നുവെച്ച് എന്നും പറയാന്ന് കരുതരുത്. അയ്യോ, നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എനിക്ക് ഡാൻസ് സ്കൂൾ നടത്താൻ വേണ്ടി ഭാമ വീട് വരെ വിട്ടു തന്നതാ. എന്റെ 30 വർഷത്തെ ഫ്രണ്ട് അവള്. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? രവിയേട്ടാ, കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവളോട് തിരികെ കൊടുക്കാൻ പറ. എടി, രേവതി അങ്ങനെ ഒരു പെണ്ണല്ല. നീ സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചപ്പോ എല്ലാം നിനക്ക് ഊരി തന്നാ കൊച്ചത്. എന്നിട്ട് നീ അതിൽ എടുത്ത് മൂന്ന് വെക്കാൻ കൊടുത്തില്ലേ? നിന്നെ പോലെ സ്വർണ്ണത്തോടും പണത്തിനോടൊന്നും ആർത്തി ആ കൊച്ചിനില്ല. എന്നിട്ട് അവളെ കുറിച്ചാണ് നീ ഇങ്ങനെ പറയുന്നത്? എനിക്ക് ഇതിൽ കൂടുതലൊന്നും അറിയില്ല. ഇവള് വന്ന് പോയതോടെയാ കാശ് കാണാതെ ആയത്. ആ കാശ് സച്ചി രേവതി ചേർന്ന് കൊടുക്കണം. ഈശ്വര, എന്തൊരു വിധിയായത്. എനിക്ക് രേവതി, നീ എന്തിനാ കറിയുന്നേ? ഇവരെങ്ങനെ പല പരാന്ന് പറയും? അല്ലെങ്കിൽ ഇവരെന്തിനാ കാശ് തരുന്നേ? വല്ലവരെടുത്ത കാശല്ലേ അത്? വേറെ എന്താ ഞാൻ പറയാ? അമ്മ എന്തിനാ കറിയുന്നേ? ഇന്ന് ഞാൻ എന്ത് ചെയ്യും? ഭാമയ്ക്ക് മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ? 2 വലിയ കുടുംബത്തിൽ നിന്ന് വന്ന മരുമക്കൾ ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും. ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്ന ഇവളെ കൊണ്ട് എനിക്ക് എപ്പോഴും പ്രശ്നമാ. ദൈവമേ, ഞാനിനി രവിയേട്ടാ ഇവരോട് കാശ് കൊടുക്കാൻ പറ. നിങ്ങൾ കാശല്ല കാണാതായത്. നിങ്ങൾ കാര്യം നിലവിളിക്കുക. സത്യത്തിൽ കാശ് കാണാതായിട്ടുണ്ടോ? അത് പുതിയ കള്ളക്കഥയാണോ? രേവതിയെ കരയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യല്ലോ? ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ. നിങ്ങൾ ഉണ്ടാക്കി പറയുന്നത് തന്നെ ഇത്. കാശ് കാണാതെ ആയിട്ടുണ്ട്. ഞാൻ സത്യം പറയുന്നത്. ഇവർ രണ്ടുപേരും ഈ വീട് വിട്ട് പോകണം. അതായിരിക്കും നീ പറയാൻ പോകുന്നത്. പറഞ്ഞില്ലേ നീ ബാബുടെ വീട്ടിലേക്ക് പോയേ? ഇവര് ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടി പുതിയ കഥ ഉണ്ടാക്കിയതല്ലേ? അയ്യോ അല്ല രവിയേട്ടാ, അല്ല. ഇവിടെ വന്നു പോയതിന് ശേഷം കാശ് കാണാതെ ആയത്. അതുകൊണ്ടായി പറയുന്നത്. എന്റെ പൊന്നു ചന്ദ്രൻ, നിന്നെ എത്ര നാളായിട്ട് എനിക്കറിയാം. നീ കേട്ടോ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവര് രണ്ടുപേരും ഈ വീട് വിട്ട് പോകണമെങ്കിലേ ഞാൻ ഇല്ലാതാവണം. ഇങ്ങനൊന്നും പറയല്ലേ. ആരും എവിടെയും പോകുന്നില്ല. രവി, നീ കരയരുത്. അവർ പറഞ്ഞ സത്യമാവോ? കരയരുത്. നീ ഈ വിഷയത്തിൽ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ വാ. കഷ്ടം. എന്നാടി നീ നന്നാവും. ഞാനൊന്നും ഇല്ലാത്തവളായതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രുതിയും വർഷയൊക്കെ അമ്മ ഇങ്ങനെ പറയോ? അവരെങ്ങനെ പറഞ്ഞെന്ന് കരുതി അത് സത്യമാവോ? ആർക്കൊന്നും പറയാം. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലാന്ന്. നമ്മളായിരുന്നു നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട. ഞാൻ കാശ് മോഷ്ടിച്ചത്രേ. പൂവിക്കുമ്പോ ഞാൻ ഒരു രൂപ പോലും അധികം വാങ്ങിക്കാറില്ല. സത്യസന്ധമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് നമ്മുടെ കയ്യിൽ നിലനിൽക്കുമെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. ആരുടെ ഒന്നും ഇന്നേ വരെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. സത്യസന്ധതയോടെ ജീവിച്ചത്. നീ ഇതൊക്കെ എന്നോട് പറയണോ? നിന്നേക്കാൾ കൂടുതൽ നിന്നെ എനിക്കറിയാം. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്റെ സച്ചേട്ടൻ. രേവതി കരയാതെ. അമ്മ നിനക്കറിയില്ലേ? അമ്മ പറഞ്ഞ നീ കാര്യമായിട്ട് എടുക്കല്ലേ? വേറെ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ, എന്ന് ഞാൻ കേൾക്കുന്നതല്ലേ. പക്ഷെ ഇത് കാശ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ ഇത് സഹിക്കും സച്ചേട്ടാ? നമ്മള് തെറ്റ് ചെയ്യാത്തടത്തോളം ആരെന്ത് പറഞ്ഞാൽ അത് കാര്യമാക്കുന്ന ആവശ്യമില്ല. നീ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കും. എന്നാലും ഞാൻ കാശ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അത് വിശ്വസിക്കുന്നില്ലല്ലോ. ഇത് പുറത്തറിഞ്ഞ എന്താ
ഇതറിഞ്ഞ അവരവരുടെ വീടിന്റെ പരിസരത്ത് പോലും എന്നെ കയറ്റില്ല. രേവതി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അമ്മ പറഞ്ഞാൽ എല്ലാവരും അത് അതേപോലെ വിശ്വസിക്കോ? നിന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആവശ്യമില്ലാത്ത ഓരോ ചിന്തിച്ച് മനസ്സൊഴിപ്പിക്കില്ലേ? നീ വേണമെങ്കിൽ 2-3 ദിവസം നിന്റെ വീട്ടിൽ പോയി നിന്നു. നിന്നെ കണ്ട അമ്മ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അനുസമാനത്തോടെ നിനക്കോട് കഴിയാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞേ. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അമ്മ പറയും അവള് തെറ്റ് ചെയ്തു, കാശ് മോഷിച്ചതുകൊണ്ട് അവള് വീട് വിട്ട് പോയെന്നൊക്കെ. അമ്മ ഇതൊക്കെ അറിഞ്ഞ വിഷമാവില്ലേ? അവിടെ പോയി നിന്ന് ഞാൻ എന്റെ അമ്മയുടെ മനസ്സമാധാനം കളയണോ? അതും ശരിയാ. അവരൊന്നും അറിയണ്ട. നീ വീട്ടിൽ പോണ്ട. എന്നാലും ഭാമേന്റെ ഇങ്ങനെ പറഞ്ഞല്ലോ, അതാ എനിക്ക് കൂടുതൽ വിഷമം. അവർക്ക് എന്നോട് ഇഷ്ടമാണെന്നാ ഞാൻ കരുതിയത്. എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അവരിങ്ങനെ പറഞ്ഞു. അതിലാണ് എനിക്ക് സംശയം. പാമാന്റെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരാരുടെ മനസ്സ് വിഷപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല, പറയില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് അവർക്കറിയാം. എന്നിട്ടും എന്തിനാ അവരെന്നെ സംശയിച്ചേ? അവരല്ല, അമ്മയെ നിന്നെ സംശയിക്കുന്നത്. നീ കാശ് മോഷ്ടിച്ചെന്ന് പാമാന്റെ ഒരിക്കലും പറയില്ല. ഇത് അമ്മയായിട്ട് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ ഫോണിൽ സംസാരിക്കുന്നത് നീ ശ്രദ്ധിച്ചില്ലേ? ചോദിക്കുന്നത് മറുപടി പറയുന്ന എല്ലാം അമ്മ തന്നെ. പുറത്തുള്ള ആള് സംസാരിക്കുന്നതായിട്ട് തോന്നിയതേ ഇല്ല. ഞാൻ ഫോൺ വാങ്ങി ബാമാന്റെയോട് സംസാരിച്ചല്ലോ. അപ്പൊ ബാമാന്റെയും കാര്യമായിട്ടൊന്നും പറഞ്ഞതുമില്ല. ഒരു കളി കളിക്കുന്ന പോലെ. കാശ് കാണാതായി, പക്ഷെ അത് നിന്റെ നേരെ തിരിച്ചുവിടുക അമ്മ. ഇത് നിന്റെ ഇടയിൽ വേറെ എന്തോ നടന്നിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ എന്ത് എവിടെ നടന്നാലും പഴി എനിക്ക് തന്നെയല്ലേ? ബാമാന്റെയോട് സംസാരിക്കേണ്ട രീതി സംസാരിച്ചാ ബാമാന്റെ സത്യം പറയും. ഞാൻ ചെന്ന് അവരൊന്ന് കണ്ടിട്ട് വരാം. നീ വിഷമിക്കായിരിക്കും. ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ബാമാന്റെ പോയി കാണണം. സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. നടന്ന കാര്യങ്ങൾ അറിയണം. 2 ലക്ഷം രൂപ എവിടുന്ന് കിട്ടിയെന്ന ചോദ്യം വരുന്നതുകൊണ്ട് കാശ് കാണാതായ കാര്യം ആന്റി ആരോടും പറയില്ലെന്നാ ഞാൻ കരുതിയത്. ആമാന്റിയുടെ കാശ് കാണാതായെന്ന് പറഞ്ഞ് ആന്റി ഇങ്ങനൊരു ഡ്രാമ കളിക്കുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആകെ പ്രശ്നമായല്ലോ. രേവതി കാശ് മോഷ്ടിക്കില്ലാന്ന് സച്ചിക്കറിയാം. സച്ചി ഇത് അന്വേഷിക്കും. ചിലപ്പോ പോലീസിൽ പരാതി കൊടുക്കാനും മതി. ഒടുക്കത്തിനി എന്നിലേക്ക് വല്ലതും എത്തുവോ? രേവതി തന്നെയാണ് ക്യാഷ് എടുത്തത്. പോലീസ് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താലേ അവള് സത്യം മണി പോലെ പറയും. ശ്രുതി, നമുക്ക് എന്തായാലും ഭാമേന്റെ വിളിച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞാലോ? എന്തിന്? നമ്മളെന്തിനാ വിളിച്ചു പറയുന്നത്? ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. നമ്മൾ ഇതിൽ ഇടപെടൊന്നും വേണ്ട. ശ്രുതി, ഭാമ എന്റെയുടെ ഫ്രണ്ട് അല്ലേ അമ്മ? അമ്മയ്ക്ക് ഈ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. അമ്മയുടെ വിഷമം അത് നമ്മുടെയും കൂടി വിഷമല്ലേ? എങ്കിൽ പിന്നെ സുതി പോയിട്ട് അമ്മയുടെ ഒപ്പം പോയിരുന്ന് കരഞ്ഞോ? മനുഷ്യനോട് തീക്കനലിൽ നിൽക്കുക. അപ്പോഴാ സുതിയുടെ ശ്രുതി, നീ എന്തെങ്കിലും പറഞ്ഞോ? ഓ ഒന്നും പറഞ്ഞില്ല. അല്ല ശ്രുതി, നിക്ക്. രേവതിയെ കുത്താൻ കിട്ടുന്ന ഒരവസരം പാഴാക്കാത്തവളാ. ഇപ്പൊ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നമുണ്ട്. കേറിപ്പോര്. എന്താ എന്റെ ഇങ്ങനെ നോക്കുന്നത്? ഇരിക്കാൻ പോലും പറയുന്നില്ലല്ലോ. അല്ല, നിന്നെ പെട്ടെന്ന് കണ്ടപ്പോ. അതാ ആദ്യമായിട്ടാണോ ആന്റി എന്നെ കാണുന്നത്? ചെറിയ പ്രായം മുതൽ എന്നെ കാണുന്നതല്ലേ? അല്ല മോനെ, ഇപ്പൊ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചില്ല. അതാ. അല്ല മോനെ ഇരിക്കും. ഓ, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ആന്റി നടക്കുന്നതൊക്കെ. വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആന്റിക്ക് മനസ്സിലായി കാണുമല്ലോ. രേവതിക്ക് നല്ല വിഷമമുണ്ട്. അവള് ഭയങ്കര കരച്ചിലാ. അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. മോനെ, എല്ലാ പ്രശ്നവും ശരിയാവും. മോൻ വിഷമിക്കാതെ. ഒരു പ്രശ്നവും താനെ ശരിയാവില്ല ആന്റി. നമ്മളായിട്ട് അത് ശരിയാക്കണം, പരിഹരിക്കണം. നിങ്ങളുടെ നെഞ്ചി തൊട്ട് പറ. രേവതിയാണോ ഇവിടുന്ന് കാശെടുത്തെ? അവള് അങ്ങനെ ഒരു പെണ്ണാണോ? എന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല. എന്റെ ആന്റിക്ക് അവളെ ഇഷ്ടമല്ലേ? അവൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവളാ. അവൾക്ക് ഉപദ്രവം ചെയ്യുന്നവരെ പോലും അവള് വെറുക്കാറില്ല. ആന്റിയെ അവൾക്ക് വലിയ കാര്യ. അത്രയ്ക്ക് ഇഷ്ട. നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയും. പിന്നെ അമ്മ അവളെ എന്നും വഴക്ക് പറയും. അമ്മ പറയുന്നൊന്നും അവളത്ര കാര്യമാക്കാറില്ല. പക്ഷെ കാശ് മോഷ്ടിച്ചെന്ന് അമ്മ പറഞ്ഞതിൽ അവൾക്ക് നല്ല വിഷമായി ആന്റി. അവൾ എങ്ങനെ ചെയ്യൂ? ഈ വീട്ടില് പാർലമെന്റിൽ വന്നിരുന്നല്ലേ? അപ്പൊ രേവതിയെ മാത്രം സംശയിക്കാൻ എന്താ കാരണം? അവളെ നിങ്ങൾക്ക് സംശയമില്ലേ? രേവതി ഒന്നുമില്ലാത്ത വീട്ടിലെ പെണ്ണാണല്ലോ. കാശ് സ്വർണ്ണമൊക്കെ നോക്കി ആളുകളെ വിലയിരുത്തുന്ന ആളാണോ ഞാൻ? രേവതിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ലേ? എനിക്ക് അവളെ ഒരു സംശയവുമില്ല. അവള് കാശ് എടുത്തില്ലെന്ന് എനിക്കറിയാം. അവൾ അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടിയല്ലേ? നിങ്ങൾ പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് അങ്ങനെ പറഞ്ഞത്?